ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ജലാലാബാദ് യൂണിവേഴ്സിറ്റിയുടെ മുൻഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ജലാലാബാദ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങളുടെ ആ കോളേജ് പരിചയപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളാക്കുമ്പോൾ ഏറ്റവും ഒരു നല്ലൊരു സിറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാനും അതുപോലെ തന്നെ പല രീതിയിലുള്ള അഡ്വഞ്ചറിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമ്മുടെ ഈ ഗവൺമെന്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജലാലാബാദ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് ഭാഗം. ഇവിടെ നമ്മൾ കടന്നു കയറി പോകുന്നതാണ് ജലാലാബാദ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടേജ്. അവിടെ വെൽക്കം എന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇനിയും അടുത്ത വീഡിയോ നമ്മൾ വേറെ പാർട്ടായിട്ട് ചെയ്യും. പിന്നെ നമ്മുടെ കോളേജ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജലാലാബാദ് യൂണിവേഴ്സിറ്റി. അപ്പം ഈ ജലാലാബാദ് യൂണിവേഴ്സിറ്റി ഇതിനകത്ത് തന്നെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ക്ലാസ് റൂമുകളും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിജിറ്റൽ സൗകര്യങ്ങളെല്ലാം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിക്കാർ എല്ലാ രീതിയിലും സജ്ജീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം, ഈ കാണുന്നതാണ് നമ്മുടെ ജലാലാബാദ് ഹോസ്പിറ്റല്. നമ്മുടെ ഈ ജലാലാബാദ് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പം അതിലാണ് അവർക്ക് വർക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വിടാനുള്ള എല്ലാവിധ സെക്യൂരിറ്റീസും ഈ ജലാലാബാദ് യൂണിവേഴ്സിറ്റിയിൽ അവർ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പം മാതാപിതാക്കൾ ആ കാര്യത്തിൽ ഒരു രീതിയിലുള്ള പേടിയോ ഭയോ ഒന്നും വേണ്ട. അവരിവിടെ നല്ല രീതിയിൽ കെയർഫുൾ ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ നിങ്ങളെപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ജലാലാബാദ് യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ കുട്ടികൾക്ക് സ്പോർട്സ് പരമായിട്ട് നല്ല രീതിയിലുള്ള എൻജോയ് ചെയ്യാനുള്ളൊരു സാഹചര്യവും അവർ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ കാണുന്ന ഫുട്ബോൾ ഗ്രൗണ്ടാണ്, ഇത് വോളിബോൾ ആണ്. അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ അവർക്ക് സ്പോർട്സ് പരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സൗകര്യവും ഈ ജലാലാബാദ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാവരും അതിന്റെ അധികൃതർ എല്ലാവരും ഒത്തൊരുമയോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് അടുത്ത വേറൊരു ദൃശ്യത്തിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, അടുത്ത ദൃശ്യം നമ്മുടെ മക്കൾ ഇവിടെ വരുമ്പോൾ അവരുടെ തുണി അലക്കുന്ന കാര്യങ്ങൾ, ആ ലോണ്ടറിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഭയപ്പാടോ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ നിങ്ങൾക്ക് വേണ്ട. ഈ കാണുന്നതാണ് ലേഡീസിന്റെ മുഴുവൻ ലോണ്ടറി, അതായത് അവരുടെ തുണികൾ അലക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന സ്ഥലം. ഇതില് എല്ലാ 10 ദിവസം ആകുമ്പോഴും നമ്മുടെ ഡ്രസ്സുകൾ കൊണ്ടു കൊടുക്കുക. നമ്മുടെ പേരൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ തുണികളെല്ലാം കഴുകി വൃത്തിയാക്കി തേച്ച് അവർ നമ്മുടെ കയ്യിൽ തിരിച്ച് നമ്മുടെ ഏൽപ്പിക്കുന്നതാണ്. അത് അങ്ങനെ ഒരു സൗകര്യവും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പിന്നിലോട്ടുള്ള നമ്മൾ ഈ കാണുന്നത് മുഴുവനും ലേഡീസ് ഹോസ്റ്റലുകളാണ്. നമ്മളെ മക്കള് താമസിക്കുന്ന ലേഡീസ് ഹോസ്റ്റലുകളാണ്. അതൊക്കെ നിങ്ങളുടെ ദൃശ്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ കണ്ടു. ഇനി അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ. സുഹൃത്തുക്കളെ, ജലാലാബാദ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് റൂം ഇവിടെയാണ്. അതുപോലെ തന്നെ FMG ക്ലാസ് റൂം ഇതാണ്. അത് ഞാൻ നിങ്ങളെ കുറച്ച് മാത്രമേ നമുക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോ വന്നത് നമ്മുടെ ജലാലാബാദ് യൂണിവേഴ്സിറ്റിയിലെ FMG ക്ലാസ് എടുക്കുന്ന ക്ലാസ് റൂമിലാണ്. ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ലൈവായിട്ട് നിങ്ങൾ എല്ലാവരും കാണണമല്ലോ. നമ്മൾ വെറുതെ ഓരോ ആൾക്കാർ പറയുന്നു അവിടെ ഇതുണ്ട് അതുണ്ട് അല്ല. ഞാനിതെല്ലാം നിങ്ങളെ പരിപൂർണമായും ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ FMG ക്ലാസ് റൂം. ഈ ക്ലാസ് റൂമിൽ നമുക്കറിയാം ഒരുപാട് പേര് ഒരേ കണക്കൊരു ടൈമിൽ ഇരുന്ന് പഠിക്കുന്നതാണ്. ആ ബോർഡിൽ അവർ സ്ക്രീൻ കാണിച്ചുകൊണ്ട് ഡിജിറ്റലായിട്ട് തന്നെയാണ് എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, FMG USML എല്ലാം ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കിട്ടും. അതിലൊന്നും യാതൊരുവിധ പേടിയോ വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും വേണ്ട. എന്തുകൊണ്ടും നമ്മുടെ പിള്ളേർ സേഫ് ആയിരിക്കും എന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.